കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച് ചോദിച്ചു, ഗുരോ, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ല എങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കർത്താവിൻ്റെ സുവിശേഷം. അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അനുദിന ജീവിത പ്രാർത്ഥനാ ശൈലിയിൽ നമ്മൾ പുലർത്തേണ്ട ഏതാനും മനോഭാവങ്ങളെക്കുറിച്ച് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ആദ്യ വായന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ചില മാനദണ്ഡങ്ങൾ, ചില ആലോചനകൾ, ചില തീരുമാനങ്ങൾ ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദ്യ വായനയിൽ യോഹന്നാൻ ശ്ലീഹ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപുത്രൻ്റെ ഇഷ്ടത്തിനനുസൃതമായി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. ഈശോയ്ക്ക് ഇഷ്ടമനുസരിച്ച്, ഈശോയുടെ ഹിതമനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ, ദൈവഹിത പ്രകാരം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കും, പുത്രനിലൂടെ പൂർത്തിയാക്കും എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ് എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഇഷ്ടം ദൈവത്തെ കൊണ്ട് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല യഥാർത്ഥമായ പ്രാർത്ഥന. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഇടയ്ക്ക് പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയ ചെറിയ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്: പ്രാർത്ഥനയിൽ നാം ദൈവത്തെ രൂപപ്പെടുത്തുകയല്ല, പ്രാർത്ഥനയിൽ നാം നമ്മെ തന്നെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുക. ദൈവഹിതത്തിനനുസൃതമായി നമ്മെ രൂപപ്പെടുത്തുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നാം കണ്ടുമുട്ടുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നാം കണ്ടുമുട്ടുന്നത്, നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കണ്ടുമുട്ടുന്നു. എന്നിട്ട് പറയാണ്, ഈ കണ്ടുമുട്ടൽ എനിക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നു. ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ദൈവം തന്നെ എത്രമാത്രം സ്നേഹിച്ചെന്ന്, പുത്രനായ യേശുക്രിസ്തുവിലൂടെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് ഒരു ദൈവ പൈതൽ കണ്ടുമുട്ടുന്നു. ഈ പ്രാർത്ഥനയിലുള്ള ദൈവസ്നേഹത്തിൻ്റെ കണ്ടുമുട്ടൽ ഒരുവന് ധൈര്യവും പ്രത്യാശയും നൽകുന്നു. ഈ ലോക ജീവിതത്തിൽ ഒരുവന് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന, പ്രത്യാശ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലും പ്രത്യാശയോടെ മുന്നോട്ട് പോകാനും, അതോടൊപ്പം തന്നെ ധൈര്യം കൈവെടിയാതെ ആത്മധൈര്യത്തോടെ ജീവിതാനുഭവങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ആർജവത്വം നൽകുന്നത് പ്രാർത്ഥനയിൽ ഒരു ദൈവ പൈതൽ ദൈവം തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കണ്ടുമുട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കാരണം എന്താ? പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് നാം ദൈവത്തെ മാറ്റാനല്ല,
ദൈവത്തെ രൂപാന്തരപ്പെടുത്തുകയല്ല, നാം നമ്മെ തന്നെ ദൈവഹിതത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാലും, അങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും. പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ഈ കൊച്ചു ജീവിതത്തെ ദൈവസ്നേഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തുടർന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതുകയാണ് വളരെ കൃത്യമായിട്ട്, നിങ്ങൾ പാപരഹിത ജീവിതം നയിക്കണം. അപ്പോഴാണ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകുന്നത്. ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന എപ്പോഴാണ്? പാപരഹിത ജീവിതം നയിക്കുമ്പോൾ. ശത്രുവിന് നമ്മുടെ മേൽ അധികാരമില്ലാത്ത, എന്നാൽ ദൈവം നമ്മുടെ മേൽ അധികാരം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീയ വളർച്ച, വിശുദ്ധ ജീവിതത്തിലുള്ള ഒരു വളർച്ചയിൽ ഒരു ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ ദൈവം അവനെ സംരക്ഷിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ പറയാണ്, പാപം ചെയ്യാത്തവനെ ദൈവം സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. ശത്രുവിന് തൊടാൻ പറ്റാത്ത ഒരു ദൈവീക സംരക്ഷണം ഒരു ദൈവ പൈതൽ സ്വന്തമാക്കുന്നത് പാപരഹിത ജീവിതം നയിക്കുമ്പോഴാണ്. അത് ശരീരത്തിൽ മാത്രമല്ല, ഒരുവന്റെ മനസ്സിന്റെ അവസ്ഥയും ആത്മാവിന്റെ അവസ്ഥയിലും ശത്രുവിന് അധികാരം കിട്ടുന്നത് ഒരുവൻ പാപം ചെയ്യുമ്പോഴാണ്. പാപം ചെയ്യുമ്പോഴാണ് പിശാചിന് അധികാരം കിട്ടുന്നത്. അപ്പോൾ പിശാചിന്റെ അധികാരത്തെ തകർക്കാൻ തക്ക വിധത്തിൽ ഒരു ദൈവ പൈതൽ പാപരഹിത ജീവിതം നയിക്കുമ്പോൾ അവൻ ആത്മധൈര്യത്തിലും ദൈവസ്നേഹത്തിലുള്ള ദൈവിക സംരക്ഷണത്തിലുമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-45 വചനങ്ങളിൽ നാം വായിച്ച് കേൾക്കുന്നുണ്ട്. ഈശോ കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നിൽ ഒരു പാപം തെളിയിക്കാൻ കഴിയും? പാപരഹിത ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു കരുത്തുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനും ദൈവം നമുക്ക് തരുന്ന ഒരു ദൈവീക സംരക്ഷണത്തിൽ നിൽക്കാനും പാപരഹിത ജീവിതം നമുക്ക് ബലം തരും. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ ശ്ലീഹ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരുന്നു. യേശുവിനെ കുറിച്ചൊക്കെ യോഹന്നാൻ ശ്ലീഹ മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഞാൻ ജലത്താൽ സ്നാനം നൽകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ ജലത്താലും ആത്മാവിനാലും സ്നാനം നൽകും. അപ്പോൾ യേശു ജ്ഞാനസ്നാനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്നു പറഞ്ഞു, ദാണ്ടെ അവൻ അവിടെ ജ്ഞാനസ്നാനം നൽകുന്നു. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞൊരു കാര്യം എന്താണ്? എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നുവെന്ന്. എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും വേണം. പ്രാർത്ഥനയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതെന്നാ? യേശു നമ്മളിൽ വളരുകയും നമ്മൾ ഇല്ലാതാകുകയും ചെയ്യുന്നിടത്താണ് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. ഈശോയുടെ സ്നേഹവും അവൻ്റെ സാന്നിധ്യവും നമ്മളിൽ എത്ര കണ്ട് വളരുന്നുവോ അത്ര കണ്ട് ആത്മീയരായിട്ട് നമ്മൾ മാറും. എത്ര കണ്ട് ദൈവസ്നേഹത്തിൽ നമ്മൾ രൂപപ്പെടുന്നുവോ അത്ര കണ്ട് ആത്മീയ വളർച്ച നമ്മളിൽ സംഭവിക്കും. അപ്പോൾ നമ്മളിൽ തന്നെ എളിമപ്പെടുത്തി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നുമല്ലെന്നും നമ്മൾ ആരുമല്ലെന്നും ദൈവം നമ്മെ സ്നേഹിക്കാൻ മാത്രം ദൈവം നമ്മെ യോഗ്യരാക്കിയതിന് ആ സ്നേഹത്തിലും കാരുണ്യത്തിലും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകുന്നത് ഈശോ അവൻ്റെ സ്നേഹം നമ്മളിൽ വളരാൻ നമ്മൾ അനുവദിക്കുമ്പോഴാണ് നമുക്ക് എളിമപ്പെട്ട് ജീവിക്കാൻ പറ്റുക. അപ്പോൾ പ്രാർത്ഥനയിൽ യഥാർത്ഥത്തിൽ നമ്മൾ പുലർത്തേണ്ട ഏറ്റവും ശക്തമായ ഒരു മനോഭാവമാണ് എളിമയുള്ള ഹൃദയം. എളിമയോടെ പ്രാർത്ഥിക്കാൻ പറ്റണം. എളിമ നമ്മളിൽ രൂപപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശു നമ്മളിൽ വളരുമ്പോഴാണ് നമ്മളിൽ എളിമ എന്ന പുണ്യം രൂപപ്പെടുക. അതുകൊണ്ട് ക്രിസ്തുവിൽ വളർന്ന് യേശുവിന് അനുസൃതമായ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്ന, ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന, ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന, സംരക്ഷിക്കുന്ന അനുഭവം അനുദിന ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.